ഈ ഒരു കേസിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പള്ളിയിൽ ഒരു കൈക്കാരനാണ്. കഴിഞ്ഞ വർഷത്തെ കൈക്കാരനാണ്, ഈ വർഷത്തെ കൈക്കാരനാണ്. അപ്പം എൻ്റെ അളിയനാണ് വെലങ്ങാട് മിസ്സിംഗ് ആയിട്ട് ഇപ്പം വാർത്ത വന്നിട്ടുള്ള ആൾ, മിസ്സിംഗ് കേസ്. ആ കാര്യം അത് ഈ ശുദ്ധേരിയിലെ കല്ലറയിൽ 2 മൃതദേഹം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, ഞാനടക്കമാണ് ഈ കല്ലറ അടുത്ത കോലടി മത്തായി എന്ന ആളുടെ സംസ്കരിക്കുന്നതിന് വേണ്ടി അച്ഛനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കല്ലറ പുളിക്ക് അന്നേരം ഇപ്പോൾ ഈ 2 എണ്ണം ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അച്ഛനെ വിളിച്ച് പറയുകയും അച്ഛൻ പരാതി കൊടുക്കാൻ പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ 13-ാം തീയതി തന്നെ 3 മണിയായപ്പോൾ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസീറ്റും കയ്യിലുണ്ട്. ഇപ്പം ഇത് അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ മുതൽ ഈ വെലങ്ങാടുള്ള എൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഫിജോയാണോ എന്ന് സംശയം പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെയും കൂടെ ആവശ്യമാണ് ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കണം എന്നുള്ളത്. ഞാൻ ഇന്നലെ എൻ്റെ അയൽവാസിയായ ജെയ്ഫും വക്കീൽ മുഖേന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, അവനെ പോയി കണ്ട് അവൻ്റെ സീനിയർ വക്കീലായ ഫിലിപ്പ് വക്കീലിനെ പോയി കണ്ടു. അവർ DYSP ആയിട്ട് സംസാരിച്ചിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല. അന്നേരം നാളെ ഇങ്ങനെ ഇവിടെ ഒരു യോഗമുണ്ട്, അതിനുശേഷം പരാതി കൊടുത്താൽ മതി എന്ന് എന്നോട് വക്കീൽ പറഞ്ഞു. അപ്പം ഇന്ന് രാവിലെ ഞാൻ DYSP ഓഫീസിൽ പോയതാണ്. ഞാൻ അവിടെ ഈ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. DYSP സാറ് അവിടെ സ്ഥലത്തില്ല, കോഴ്സിന് പോയതാണെന്നാണ് പറഞ്ഞത്. ഇന്ന് ഈ യോഗം കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വക്കീൽ മുഖേന പരാതി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് തുറന്ന് പരിശോധിക്കണം. എൻ്റെയും കൂടെ അവകാശമാണ്, എനിക്കും കൂടെ ബാധകമാണ്. എനിക്ക് ഈ നാട്ടിൽ തലയുയർത്തി ജീവിക്കണ്ടേ. ഞാനൊരു കള്ളനെ പോലെ ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഇതിൽ തുറന്ന് പരിശോധിക്കണം എന്നാണ് എൻ്റെ ആവശ്യം. എൻ്റെ കുടുംബത്തെ ഇങ്ങനെ സംശയിച്ചതിൻ്റെ പേര് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ പറയാനുണ്ട് വ്യക്തമായിട്ട്. ഈ ഈ കുഴി തുറക്കുന്ന ആൾ ഞാനാണ്. എനിക്ക് വേണേൽ പറയാമായിരുന്നു ഇത് അരക്കപ്പൊടി ഇട്ടിട്ട് അങ്ങോട്ട് ലെവൽ ചെയ്യുക, എന്നിട്ട് തുണി വിരിച്ചടത്തി ആളെ അടക്കാം. എന്നാന്ന് വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നതായിരിക്കും, ഇതിന് മുമ്പ് അടക്കിയിട്ടുള്ളതല്ലേ എന്ന് എനിക്ക് പറയാമായിരുന്നു. ഞാനതല്ല ചെയ്തത്. ഞാൻ പറഞ്ഞത് അന്നേരം ഫോട്ടോ എടുത്ത് അച്ഛനെ വിളിക്കാനാണ് പറഞ്ഞത്. അടുത്ത കൈക്കാരനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പുള്ളിയുടെ വീട് തൊട്ടു പുറകിലാണ്. ആ കൈക്കാരൻ വന്നിട്ട് വീട്ടിൽ പോയി ലൈറ്റും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ലൈറ്റ് അടിച്ച് വ്യക്തമായിട്ട് വരുത്തിയതിന് ശേഷമാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. ചെറിയ ഇരുട്ടായിരുന്നു, അന്നേരം കറണ്ടില്ലായിരുന്നു. അതുകൊണ്ട്